രണ്ട് പൊട്ടാറ്റോ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് തരം സ്നാക്സ് ആട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് വെച്ചാട്ടോ തയ്യാറാക്കുന്നത്. ഇനി ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ അതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം. ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളം ഒട്ടും ഇല്ലാതെ വേണ്ടിട്ട് എടുക്കാൻ. അപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കയ്യിലോണ്ടോ എന്തുകൊണ്ടെങ്കിലും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. പൊട്ടാറ്റോയിലുള്ള നനവ് മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള പകുതി മാവ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്കൊരു പത്തിരി പലകമ്മ വെച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. കയ്യിനുള്ളിൽ തുള്ളി ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്തുകൊണ്ട് എന്നാൽ മാവ് ഒട്ടി പിടിക്കൂല. അപ്പോൾ ഇതുപോലെ എല്ലാം ബോൾസാക്കി എടുക്കാം ഇതേ വലിപ്പത്തിൽ. അപ്പോൾ ഇതെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഈ നേരത്തെ മാറ്റി വെച്ച മാവ് നമുക്കിതുപോലെ ഒന്നുകൂടെ പത്തിരി പലകം വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഓരോ ഉരുളകളാക്കിയെടുക്കാം. ഇനി ഇതുപോലെ ഓരോ സ്റ്റിക്കാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഞാൻ ഇതുപോലെ സ്റ്റിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് പൊട്ടാറ്റോ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുഴിയുള്ള പാത്രം എടുത്തതുകൊണ്ട് തന്നെ ഞാൻ പകുതി ഇട്ടെടുത്തിട്ടുള്ളൂ.
നിങ്ങളിതുപോലെ തയ്യാറാക്കുമ്പോൾ കുറച്ച് പരന്ന പാത്രം എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇത് പരസ്പരം ഒട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. എണ്ണയിലിട്ടതിന് ശേഷം ഒരു ഭാഗം ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മളെ പൊട്ടാറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പൊട്ടാറ്റോ ബോൾസ് നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്ക് പൊട്ടാറ്റോ സ്റ്റിക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ പൊട്ടാറ്റോ ബോൾസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പൊട്ടാറ്റോ സ്റ്റിക്ക് തയ്യാറാക്കുമ്പോഴും കുറച്ച് പരന്ന പാത്രം എടുക്കുക. ഇതുപോലെ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ദാ പൊട്ടാറ്റോ സ്റ്റിക്കും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പൊട്ടാറ്റോ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.